സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എടോടി വടകര. വടകര ടൗൺ കോപ്പറേറ്റീവ് അർബൻ സൊസൈറ്റിയുടെ 2023-24 വാർഷിക ജനറൽ ബോഡി യോഗം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. സംഘത്തിലെ എ ക്ലാസ് മെമ്പർമാർക്ക് 10% ലാഭവിഹിതം പ്രഖ്യാപിച്ചതോടൊപ്പം ഉപഹാര വിതരണവും നടന്നു. സംഘത്തിന്റെ പേരിൽ വാങ്ങിച്ച വടകര ടൗണിന്റെ ഹൃദയഭാഗത്തുള്ള സ്ഥലത്ത് അനുമതി കിട്ടുന്ന മുറയ്ക്ക് സ്വന്തം കെട്ടിടം നിർമ്മിക്കാനുള്ള നടപടി കൈക്കൊള്ളുമെന്ന് സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി വത്സലൻ പറഞ്ഞു. വടകര ടൗൺ കോഓപ്പറേറ്റീവ് അർബൻ സൊസൈറ്റി 2005 തുടങ്ങിയ സമയത്ത് 25,000 രൂപയാണ് ഞങ്ങളുടെ മുതൽ മുടക്ക്. ബഹുമാന്യരായ നല്ലവരായ കുറേ ആൾക്കാർ ചേർന്ന് രൂപീകരിച്ച ഈ സംഘത്തിൻ്റെ ആ 25,000 രൂപ മുതൽ മുടക്കിയത് ഇന്നിപ്പോൾ 18ാമത്തെ വർഷത്തെ വാർഷിക പൊതുയോഗം നടക്കുന്ന സമയത്ത് ഞങ്ങൾ 80 കോടിയിൽ മേലെ ആസ്തികളോടുകൂടി നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭിമാന പുരസ്സരം പറയാനുള്ളത്. പ്രത്യേകിച്ച് അർബൻ സൊസൈറ്റികളുടെ മേഖലയിൽ കേരളത്തിലെ ഒന്നാംകിട അർബൻ സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക് അംഗീകാരം ഞങ്ങൾക്ക് നേരത്തെ ലഭിച്ചിട്ടുള്ളതാണ്. അതിന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു 40-45 സെൻറ്റ് സ്ഥലം വടകരയുടെ ഹൃദയഭാഗത്ത് ഞങ്ങൾ എടുത്തത്, അതിൽ നല്ല ഒരു സമുച്ചയം ജനങ്ങൾക്ക്, ഇടപാടുകാർക്ക്, അതുപോലെ തന്നെ അംഗങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അത് നടത്താനും, അതുപോലെ തന്നെ രാഷ്ട്രീയ സാംസ്കാരിക ചടങ്ങുകൾ നടത്താനായി 1000 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഓഡിറ്റോറിയത്തോടു കൂടിയുള്ള ഒരു സമുച്ചയമാണ് നമ്മൾ ഇപ്പോൾ പണിയാൻ പോകുന്നത്. അതുപോലെ തന്നെ പുതിയ പദ്ധതികളായി അക്ഷയ കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് ഈ വീട് നിർമ്മാണത്തിന് വേണ്ടുന്ന എല്ലാ ഉപകരണങ്ങളും കിട്ടുന്ന തരത്തിലുള്ള വലിയ തോതിലുള്ള ജനങ്ങൾക്ക് മറ്റ് മേഖലകളിൽ നിന്ന് കിട്ടുന്ന പ്രൈവറ്റ് അല്ലെങ്കിൽ മറ്റ് മേഖലകളിൽ നിന്ന് കിട്ടുന്ന സാധന സാമഗ്രികളുടെ വില അത് കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ സാധിക്കുന്ന പരിതസ്ഥിതിയിലേക്ക് ഞങ്ങൾ വടകരയിൽ എത്തിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. സെക്രട്ടറി രജീഷ് ആർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സി വത്സലൻ അധ്യക്ഷനായി. ഡയറക്ടർമാരായ പി അംബിക, പി എം സത്യൻ, എൻ പി അബ്ദുള്ള ഹാജി, ധർമ്മദാസ്, സുകുമാരൻ ടി, തുഷാരവി, റീജ പറമ്പത്ത്, നാരായണൻ കെ, ലിനീഷ് രാജ്, സൗമിനി എം, ഷിജിന കെ പി, വിജേഷ് ES എന്നിവർ സംസാരിച്ചു.